ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഹോളി വെപ്പൺ എന്ന ഈ ശുശ്രൂഷയുടെ 12-ാം ദിനത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. വലിയ കൃപയുടെ ദിനങ്ങളാണ് ഈ കഴിഞ്ഞ നാളുകളെല്ലാം കടന്നു പോയത്. നമുക്ക് കർത്താവിന് നന്ദി പറയാം. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ നമ്മോടൊപ്പം പ്രാർത്ഥിക്കുന്ന സമയമാണിത്. പ്രത്യേകമായി സഭ ജപമാല പ്രാർത്ഥനയുടെ ആവശ്യകതയെക്കുറിച്ച്, അതിൻ്റെ ശക്തിയെക്കുറിച്ച്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒക്കെ വിശ്വാസികളോട് സംസാരിക്കുന്ന സമയമാണ്. നമുക്ക് കൃപയുടെ ഈ മണിക്കൂറിനായി നമ്മെ തന്നെ ഒരുക്കാം. നമുക്ക് പരിശുദ്ധ അമ്മയോട് ഒപ്പമായിരുന്നു കൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യനാഥനെ നമുക്ക് ആരാധിക്കാനായി നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. ഈ സമയങ്ങളിൽ നമുക്ക് മുട്ടിന്മേലായിരുന്നു കൊണ്ട് നമുക്ക് ഈശോയെ ആരാധിക്കാം. ജീവന്റെ ഭോജ്യമാമീശോ, തിരുവോസ്തിയിൽ വാഴുമീശോ, വാഴ്ത്തുന്നു ഞങ്ങൾ, സ്തുതിക്കുന്നു ഞങ്ങൾ, ആരാധ്യനായക നിന്നെ. ജീവന്റെ ഭോജ്യമാമീശോ, തിരുവോസ്തിയിൽ വാഴുമീശോ, വാഴ്ത്തുന്നു ഞങ്ങൾ, സ്തുതിക്കുന്നു ഞങ്ങൾ, ആരാധ്യനായക നിന്നെ. ആരാധന ആരാധന, കാരുണ്യ സ്നേഹമേ ആരാധന. ആരാധന ആരാധന, സർവേശ്വരായ എന്നെന്നും ആരാധന. ആരാധന, കാരുണ്യ സ്നേഹമേ ആരാധന. ആരാധന ആരാധന, സർവേശ്വരായ എന്നെന്നും ആരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ ഏറെ ഭക്തിയോടുകൂടി നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കുടുംബമായി ചേർന്ന് നമുക്ക് ജപമാലയിൽ പ്രാർത്ഥിക്കാം. പ്രാരംഭ പ്രാർത്ഥന. അളവില്ലാത്ത സകല നന്മസ്വരൂപൻ അയക്കുന്ന സർവേശ്വര കർത്താവേ, നിസ്സാരരും നന്ദിയേറ്റ പാപികളുമായ ഞങ്ങൾ നിസ്സയപ്രധാനമായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിനെ സ്തുതിക്കായി ജപമാല അർപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങൾ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാളന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളുടെ ദൈവവിശ്വാസമെന്ന് പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരുടെ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഞങ്ങളുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന് പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദുഃഖത്തിന് ദിവരഹസ്യങ്ങൾ. ഒന്നാം ദിവരഹസ്യം, നമ്മുടെ കർത്താവ് വിശേഷ പൂങ്കാവനത്തിൽ പാർശ്വകൊണ്ടിരിക്കുമ്പോൾ രക്തം വീർത്തും ധ്യാനിക്കാം. ഈശോയെ നല്ല ദൈവമേ, ഈ രഹസ്യം ഞങ്ങൾ പരിശുദ്ധയുടെ മധ്യസ്ഥയാൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ പരിശുദ്ധ കത്തോലിക്ക സഭയെ പൂർണ്ണമായും ഏൽപ്പിച്ചു വന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവിനെ, എല്ലാ കർദിനാളുമാരെയും ബിഷപ്പുമാരെയും വൈദികരെയും എല്ലാ സന്യാസിനിമാരെയും ആത്മായ വിശ്വാസികളെയും സഭയെ മുഴുവൻ ദൈവമേ സമർപ്പിക്കുന്നു. ഈ കാലഘട്ടത്തിൽ സഭ കടന്നു പോകുന്ന എല്ലാ അവസ്ഥകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ കൃപയാൽ, നിൻ്റെ ജ്ഞാനത്താൽ, നിൻ്റെ ശക്തിയാൽ സഭയെ നയിക്കണമേ, നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദുഃഖത്തിന്റെ രണ്ടാം ദിവരകത്തിൽ നമ്മുടെ കർത്താവ് ഈശോ പീലാത്തോസിന്റെ വീട്ടിൽ വെച്ച് കടുത്തുകൊള്ളുമേ കെട്ടപ്പെട്ട് ചുമട്ടിൽ അടിക്കപ്പെട്ടു ധ്യാനിക്കുമ്പോൾ നമുക്ക് എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകമായി സമർപ്പിക്കാം. വിശ്വാസം വലിയ വെല്ലുവിളിയിലൂടെ കടന്നു പോകുന്ന, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ കുടുംബങ്ങളുടെ മേലും കർത്താവിൻ്റെ കൃപ സമൃദ്ധമായി കടന്നു വരാൻ കുടുംബനാഥന്മാരും നാഥന്മാരൊക്കെ കർത്താവിൻ്റെ കൃപയോട് ചേർന്ന് നിന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടിക്കൊണ്ട് കുടുംബങ്ങളെ വിശ്വാസത്തിൽ കെട്ടുറപ്പിൽ വളർത്തിക്കൊടുക്കാനുള്ള വലിയ ആത്മീയ വരങ്ങൾ ലഭിക്കാനായി പരിശുദ്ധയുടെ മധ്യസ്ഥയാൽ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദുഃഖത്തിന്റെ 3-ാം ദിവസത്തിൽ നമ്മുടെ കർത്താവ് ഈശോ യൂതന്മാർ മുഴുവൻ ലഭിച്ചു ധ്യാനിക്കാം. ഈ രഹസ്യങ്ങൾ പ്രത്യേകമായിട്ട് എല്ലാ യുവജനങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വിശ്വാസത്തിൻ്റെ വലിയ വെല്ലുവിളികളിലൂടെയാണ് ഇന്നത്തെ യുവജനങ്ങൾ കടന്നു പോകുന്നത്. സഭയുടെ പഠനങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തി തങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുവാൻ, കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ, എല്ലാ പ്രലോഭനങ്ങളെയും ചെറുക്കുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രസാദപരം കൗതാശികമായി അവർ സ്വീകരിക്കുന്ന പ്രസാദപരം അവരിൽ കത്തിജ്വലിക്കാൻ നമുക്ക് പരിശുദ്ധ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദുഃഖത്തിന്റെ 4-ാം ദിവസം നമ്മുടെ കർത്താവ് മരണത്തിൽ എത്തിക്കപ്പെട്ട ശേഷം തനിക്ക് അധിക അപമാനവും വ്യാകുലം ഉണ്ടാകുമ്പോൾ തിരുത്തോളും എത്രയും ഭാരമുള്ള ശ്രീവാമരം ചുമത്തപ്പെട്ടു ധ്യാനിക്കുമ്പോൾ നമ്മൾ ഈ രഹസ്യത്തോടെ പ്രത്യേകമായിട്ട് നമ്മുടെ മാതൃരാജ്യത്തെ സമർപ്പിച്ചുകൊണ്ട് എല്ലാ ഭരണാധിപന്മാരെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ജ്ഞാനത്താൽ അവരെല്ലാം നിറയപ്പെടുവാൻ വേണ്ടി, സത്യവും നീതിയും നമ്മുടെ രാജ്യത്തിൽ പ്രത്യേകമായി പുലരുവാൻ വേണ്ടി, വ്യത്യസ്തങ്ങളായ മതങ്ങൾ തമ്മിൽ വലിയ സ്നേഹത്തിലും ഐക്യത്തിലും സൗഹാർദ്ദത്തിലും ഒക്കെ കടന്നു പോകാനുള്ള കർത്താവിൻ്റെ പ്രസാദപരം, കർത്താവിൻ്റെ കൃപാകടാക്ഷം കൊണ്ട് നമ്മുടെ രാജ്യം നിറയപ്പെടുവാനായി നമുക്ക് പരിശുദ്ധയുടെ മധ്യസ്ഥയാൽ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദുഃഖത്തിന് 5-ാം ദിവസം നമ്മുടെ കർത്താവ് വിശ്വസിച്ചപ്പോൾ
ഇത്രയും വേഗം നിന്ന് തൻ്റെ തിരുമാവെ ദിവസം കഴിക്കപ്പെട്ട് കുരിശുമേ തറയ്ക്കപ്പെട്ടു എന്ന് ധ്യാനിക്കാം. ഈ രഹസ്യത്തോട് പ്രത്യേകമായി നമുക്ക് എല്ലാ ശുദ്ധീകരണ ആത്മാക്കളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചു എല്ലാവരും ഇപ്പോൾ നമുക്ക് ഓർക്കാം. നമ്മുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. വേണ്ട രീതിയിലുള്ള നല്ല കർത്താവുമായി ഐക്യപ്പെടാതെ കർത്താവുമായി ആയിട്ടുള്ള സ്നേഹത്തിലല്ലാതെ കടന്ന എല്ലാ ആത്മാക്കളെ ഓർത്ത് അവർക്ക് തണുപ്പും ആശ്വാസവും കൊടുത്തരണമേ നമുക്ക് പരിശുദ്ധ മധ്യസ്ഥയാൽ പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നികളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജപമാല സമർപ്പണം. മുഖ്യതനായ വിശുദ്ധ മിഖായേലെ, ദേവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, മഹാത്മായ വിശുദ്ധ യൂസേപ്പെ, സ്ലീഹന്മാരായ വിശുദ്ധ പത്രോസെ, മാർ പൗലോസെ, മാർ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമ, ഞങ്ങൾ വലിയ പാവുലായിരിക്കുന്നെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടി ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിന്റെ തൃപ്പാദങ്ങൾ കാഴ്ചവെക്കാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാതൃസഭയിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകയുടെ രാജ്ഞിയായ കന്യകേ, ദയയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദങ്ങൾ ഞാൻ അണയുന്നു. വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു.
അവതരിച്ച വചനത്തിൻ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് അർഹമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ കൃപയുടെയും ഉറവിടമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ഈ അനുഗ്രഹത്തിൻ്റെ കൃപയുടെ മണിക്കൂറുകളിലേക്ക് നമ്മൾക്ക് എല്ലാവർക്കും കടന്നു വരാം. പ്രത്യേകമായി ഈ മാസം പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ജപമാല ചൊല്ലി നമ്മുടെ ജീവിതങ്ങളെ കൊടുക്കുമ്പോൾ സ്വർഗം നമ്മുടെ മേൽ കൃപകൾ വർഷിക്കുന്ന സമയമാണിത്. നമുക്ക് ഈ ഒരു വലിയ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട്, ഈ മാസത്തിൻ്റെ പ്രത്യേകത നമുക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട്, ഈ കാലഘട്ടത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ സമൂഹങ്ങളെ, നമ്മുടെ രാജ്യങ്ങളെ ഒക്കെ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ദുഷ്ടൻ്റെ കെണിയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 143 6 തിരുവചനം. സങ്കീർത്തനം 143 6. അവിടെ കർത്താവിൻ്റെ വചനം നമ്മളോട് ഇങ്ങനെ പറയുകയാണ്: ഞാൻ അങ്ങയുടെ നേർക്ക് കരങ്ങൾ വിരിക്കുന്നു, ഉണങ്ങി വരേണ്ട നിലം പോലെ എൻ്റെ ഹൃദയം അങ്ങേക്കായി ദാഹിക്കുന്നു എന്ന്. അവിടെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, ഞാൻ അങ്ങയുടെ നേർക്ക് കരങ്ങൾ വിരിക്കുന്നുവെന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്കിതാ ഒത്തൊരുമിച്ച് ഒരു സമൂഹമായി, കുടുംബമായി നമുക്ക് കർത്താവിൻ്റെ പക്കലേക്ക്, സ്വർഗത്തിലേക്ക് നമുക്ക് കരങ്ങൾ, എൻ്റെ പ്രിയമുള്ളവരെ, ഇപ്പോൾ ഉയർത്താം. കർത്താവിൻ്റെ വലിയ കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ മധ്യസ്ഥ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഉണങ്ങി വരേണ്ട നിലം പോലെ നമുക്ക് പരിശുദ്ധാത്മാവിനായി ദാഹിച്ച് വലിയ ദാഹത്തോടെ ആശയത്തോടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ആത്മാവേ 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 പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ജീവിതങ്ങളിലേക്ക് വരണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവം ദൈവമേ വരണേ, ദൈവാഭിഷേകത്തിന്റെ സമയം വരണേ. ആത്മാവം ദൈവമേ വരണേ, വസിക്കാൻ വരണേ. അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ,
വസിക്കാൻ വരണേ. റുഹായേ റുഹായേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. കവിയണമേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ. പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ, പ്രത്യേകമായി നമ്മുടെ ആത്മീയ ജീവിതത്തെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ ദിനങ്ങളിൽ സ്വർഗം ചൊരിയുന്ന കൃപകൾ നമുക്ക് ഏറ്റെടുക്കാം. നമുക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. അമ്മ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അമ്മയിൽ നമുക്ക് ആശ്രയിക്കാം. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഹോളി വെപ്പൺ എന്ന ഒരു ആത്മീയ ശുശ്രൂഷകളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത, തിന്മ എവിടെയും അതിൻ്റെ കരം നീട്ടിയിരിക്കുന്ന സമയമാണിത്. നമ്മൾ പണ്ടെങ്ങും കേട്ടുകേൾവി പോലും ഇല്ലാത്ത രീതിയിൽ മനുഷ്യന്റെ സ്നേഹം തണുത്തുറഞ്ഞു പോയ ഒരു കാലഘട്ടമാണിത്. ഏത് രീതിയിലുള്ള ക്രൂര പ്രവർത്തികൾ, മനസാക്ഷി മരവിക്കുന്ന പ്രവർത്തികളൊക്കെ ചെയ്യുവാനും മനുഷ്യന് യാതൊരു മടിയുമില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെ നമ്മളെല്ലാവരും കടന്നു പോവുകയാണ്. അപ്പോഴാണ് സ്വർഗം നമ്മളോട് ഒരു സവിശേഷമായ ആയുധത്തെക്കുറിച്ച് പറയേണ്ടത്. സാത്താൻ്റെ ശക്തി പ്രബലപ്പെടുമ്പോൾ, അവൻ മനുഷ്യമക്കളെ നശിപ്പിക്കാനായി പരിശ്രമിക്കുമ്പോൾ, അവനെതിരെ പോരാടാൻ നമുക്ക് സാധാരണ ആയുധം പോരാ. നമുക്ക് സവിശേഷമായ പ്രത്യേകമായ സ്വർഗം കനിഞ്ഞു നൽകിയ ആയുധങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. അത് നമ്മൾ തിരിച്ചറിയണം. അതാണ് ഹോളി വെപ്പൺ. അത് മറ്റൊന്നുമല്ല, അത് പരിശുദ്ധ ജപമാല പ്രാർത്ഥനയാണ്. ഭാഗ്യസ്മരണാർഹനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ പ്രാർത്ഥനയെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: ഇതൊരു സാധാരണ പ്രാർത്ഥനയാണ്, എന്നാൽ ഇതിൽ ദൈവശാസ്ത്രത്തിൻ്റെ ആഴവും ബൈബിളിൻ്റെ ഉള്ളടക്കവും എല്ലാമുണ്ട്. അതിനാൽ ഞാനിത് എല്ലാവരോടും ചെല്ലുവാനായി ആഹ്വാനം ചെയ്യുന്നുവെന്ന് ജ്ഞാനിയായ സഭയെ ഭരിച്ച ആ പരിശുദ്ധ പിതാവ് ഇപ്രകാരമാണ് തൻ്റെ അജഗണങ്ങളോട് ആഹ്വാനം ചെയ്തത്. ഈ പ്രാർത്ഥന നമ്മൾ തള്ളിക്കളയരുത്. ഈ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: നമ്മൾ എന്തിന് മറിയത്തെ ആദരിക്കണം? നമ്മൾ മറിയത്തെ ബഹുമാനിക്കണം? അല്ലെങ്കിൽ മറിയത്തിന് എന്ത് പ്രത്യേകതയാണുള്ളത്? പ്രിയമുള്ളവരെ, നമ്മൾ ഇതിൻ്റെ ഉത്തരം സുവിശേഷത്തിൽ തേടുമ്പോൾ കാണുവാൻ സാധിക്കും. മരിയോളജി അക്കോർഡിംഗ് ടു സെയിന്റ് ലൂക്ക്, നമ്മൾ ലൂക്കാ സുവിശേഷങ്ങളിലൂടെ അതിൽ കൊടുത്തിരിക്കുന്ന മരിയൻ ആ ഒരു പരാമർശങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി ഇതിൻ്റെ ഉത്തരം ലഭിക്കും. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 28-ാമത്തെ തിരുവചനം, ലൂക്ക 1:28. അവിടെ കർത്താവിൻ്റെ വചനം നമ്മളെ ഇപ്രകാരം പഠിപ്പിക്കുകയാണ്: ദൂതൻ അവളുടെ അടുത്തു വന്നു പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ, ഹല്ലേലൂയ. അവിടെ നമ്മൾ കാണുന്നത് ദൈവത്താൽ അയക്കപ്പെട്ട ഗബ്രിയേൽ ദൂതൻ നസ്രത്തിലുള്ള ഒരു യഹൂദ കന്യകയുടെ അടുത്ത് വന്ന് പറയുകയാണ്. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഹെയിൽ, അവളെ പ്രൈസ് ചെയ്യുകയാണ് ദൂതൻ അവിടെ വന്നിട്ട്. ദൂതൻ ചുമ്മാ അവളുടെ പേര് വിളിക്കുകയല്ല,
അവളെ വെറുതെ അഭിസംബോധന ചെയ്യുകയല്ല, അവളോട് കാര്യം പറയുകയല്ല ചെയ്ത, മറിച്ച് അവളെ ഹെയിൽ ചെയ്യുകയാണ്. അവളെ ഹെയിൽ മേരി, അവളോട് സ്വസ്തി, അവളോട് അഭിവാദനം പറയുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഈ ദൂതന്റെ വാക്കുകൾ അത് ആരുടെ വാക്കുകളാണത്? അത് ആരുടെ വാക്കുകളാണത്? അത് ദൂതന്റെ സ്വന്തം വാക്കാണോ? ഒരിക്കലുമല്ല. അത് ഗബ്രിയേൽ ദൂതൻ്റെതായ വാക്കുകളല്ല, മറിച്ച് ദൂതൻ ആരാൽ അയക്കപ്പെട്ടുവോ ആ വ്യക്തിയുടെ വാക്കാണത്. നമുക്കറിയാം, പണ്ട് കാലത്ത് രാജാക്കന്മാർ തങ്ങളുടെ ഇത്തരത്തിലുള്ള സന്ദേശങ്ങളുമായി, മെസ്സേജുമായി അവർ ദൂതന്മാരെ മറ്റു രാജ്യങ്ങളിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും ഒക്കെ അയക്കുമായിരുന്നു. അവർ അവിടെ ചെന്നിട്ട് ഈ ദൂത് വായിക്കുമ്പോൾ ആ ദൂത് അവരുടെ ദൂതായിട്ടല്ല പരിഗണിക്കുന്നത്, മറിച്ച് രാജാവിൻ്റെ ദൂതായിട്ടാണ് അത് പരിഗണിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്കറിയാം, ഗബ്രിയേൽ ദൂതൻ, ആ ദൂതൻ ആരാൽ അയക്കപ്പെട്ടവനാണ്? അത് മറ്റാരാലുമല്ല, അത് ത്രിത്വൈക ദൈവത്താൽ അയക്കപ്പെട്ടതാണത്. സ്വർഗത്തിൽ നിന്ന് വന്നതാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം ദൂതുമായി ആ മാലാഖയെ അയച്ചതാണ്. ആ മാലാഖ വന്ന് പറയുകയാണ്, എന്താ പറഞ്ഞത്? ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, ഹെയിൽ. അവളെ പ്രൈസ് ചെയ്യാണ്, അവളെ പ്രൈസ് ചെയ്യാണ്. അപ്പോൾ ഇത്തരം ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ്: സ്വർഗം മാനിച്ചവളെ നമുക്ക് മാനിച്ചുകൂടെ? ഹല്ലേലൂയ. സ്വർഗം അഭിവാദനം ചെയ്തവളെ അതേ വാക്ക് പറഞ്ഞ് അഭിവാദനം ചെയ്തതിന് എന്താണ് കുഴപ്പമുള്ളത്? എന്താ കുഴപ്പമുള്ളത്? സ്വർഗം മാനിച്ചവളെ, സ്വർഗം ബഹുമാനിച്ചവളെ, സ്വർഗം ആദരിച്ചവളെ നമ്മൾ ആദരിക്കണ്ടേ? കേട്ടോ. എന്നാൽ നമ്മൾ ലൂക്കാ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗം എടുത്ത് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും, സക്കറിയായുടെ അടുത്തേക്ക്, പുരോഹിതനായ സക്കറിയയുടെ അടുത്തേക്കും ഇതേപോലെ ദൂതൻ കടന്നു വരുന്നുണ്ട്. എന്നാൽ അവിടെ ദൂതൻ സക്കറിയായെ അഭിവാദനം ചെയ്തതായി നമ്മൾ കാണുന്നില്ല. അവിടെ ദൂതൻ സ്വർഗം പറഞ്ഞ ആ വാർത്ത, ആ മെസ്സേജ് കൊടുത്ത് മടങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇവിടെ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന ദൂതൻ ആ അമ്മയെ അഭിവാദനം ചെയ്യുകയാണ്, അമ്മയെ പ്രൈസ് ചെയ്യുകയാണ്, അമ്മയെ പുകഴ്ത്തുകയാണ്, അമ്മയെ വണങ്ങുകയാണ്, അമ്മയെ ബഹുമാനിക്കുകയാണ്, അമ്മയെ മാനിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, മാലാഖമാർ ആരാണ് പ്രിയമുള്ളവരെ? അവര് ശക്തരായ സൃഷ്ടികളാണവര്, അവര് അതിശക്തരാണവര്. ആ സൃഷ്ടികൾക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മ എന്ന ഈ മനുഷ്യ സൃഷ്ടിയുടെ മഹത്വം എന്താണെന്ന്. എന്നാൽ നമ്മൾ പലപ്പോഴും ഇത് മനസ്സിലാക്കുന്നില്ല. അത് കാരണം തന്നെ നമുക്ക് പലപ്പോഴും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ ചിലപ്പോൾ പലരും പറയുന്നത് കേൾക്കുമ്പോൾ ഒരു സംശയമൊക്കെ ഉണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ വേണ്ട രീതിയിൽ നമുക്ക് പലപ്പോഴും പരിശുദ്ധ അമ്മയെ വണങ്ങാനും ആദരിക്കാനും ഒക്കെ പറ്റാറുണ്ടോ? ഇന്ന് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. സ്വർഗം മാനിച്ചതാണ് പരിശുദ്ധ അമ്മയെ. ആ അമ്മയെ മാനിക്കുന്നതിന് നമ്മൾ ഒട്ടും മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനകൾ എല്ലാം യേശുവിൻ്റെ പക്കലേക്കാണ് പോകുന്നത്, ത്രിത്വൈക ദൈവത്തിലേക്കാണ് പോകുന്നത്. നമ്മളതിൽ ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. ഒരു പ്രാർത്ഥനയും മറിയം സ്വന്തമായി എടുക്കുകയില്ല. അവൾ പൂർണ്ണമായും ത്രിത്വൈക ദൈവത്തിൻ്റെതാണ്. അതിനുള്ള ഉത്തരം നമ്മൾ ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ തിരുവചനത്തിൽ കാണുന്നുണ്ട്. അവിടെ ഈ പരിശുദ്ധ അമ്മയുടെ മേലുള്ള ഈ ഒരു ദൈവകൃപയുടെ ആ ഒരു കവിഞ്ഞൊഴുകലിനെ കുറിച്ച് പറയുകയാണ്. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ദൂതൻ പറയുകയാണ്, ഇതെല്ലാം സംഭവിക്കാൻ പോകുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. കണ്ടോ? അപ്പോൾ നമ്മൾ മറിയത്തിന് കൊടുക്കുന്ന പുകഴ്ച ഒരിക്കലും അത്
മറിയത്തിലേക്കല്ല പോകുന്നത്, മറിച്ച് മറിയത്തിലൂടെ അത് ത്രിത്വൈക ദൈവത്തിലേക്കാണ് പോകുന്നത്. കാരണം ലൂക്കാ 1:35 നമ്മളെ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, മറിയത്തിൽ സംഭവിച്ചതെല്ലാം, മറിയത്തിലൂടെ സംഭവിക്കുന്നതെല്ലാം അതെല്ലാം ത്രിത്വൈക ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, അതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. മറിയത്തിൻ്റെ മധ്യസ്ഥ ശക്തി അത് യേശുവിൻ്റെ കുരിശു മരണത്തിൻ്റെ യോഗ്യതയിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ് കടന്നു വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ മരിയ ഭക്തിയിൽ ആഴപ്പെടുന്നതിൽ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ പ്രിയമുള്ളവരെ? ഒരിക്കലുമില്ല. അവരും ഇവരും പറയുന്നത് കേട്ട്, അവിടെ വായിക്കുന്നതും ഇവിടെ വായിക്കുന്നതും ഒക്കെ കേട്ട് നമ്മൾ അസ്വസ്ഥരാകേണ്ട ആവശ്യമില്ല. നമ്മൾ അവളിൽ ഇടറേണ്ട, പരിശുദ്ധ അമ്മയിൽ ഇടറേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ കുടുംബത്തെ, നമ്മുടെ കുട്ടികളെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സഭയെ നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർത്ത് ജപമാലയാൽ ബന്ധിക്കണം. അവൾ നമ്മളെയും നമുക്കുള്ളതിനെ എല്ലാം ത്രിത്വൈക ദൈവവുമായി ചേർത്ത് ബന്ധിക്കും. കാരണം മറ്റൊന്നുമല്ല, അമലോത്ഭവവും പരിശുദ്ധാത്മാവും എന്ന പുസ്തകത്തിൽ വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, മറിയത്തിന്റെ കൃപകളെല്ലാം അത് ദൈവത്തിൽ നിന്നാണ് വരുന്നതെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവളിൽ കണ്ടോ, ഇവിടെ ദൂതൻ പറയുകയാണ്, ദൈവ കൃപ നിറഞ്ഞവളെ എന്ന്. കണ്ടോ, മറ്റാരെയും അങ്ങനെ ചരിത്രത്തിൽ ത്രിത്വൈക ദൈവം അങ്ങനെ അഡ്രസ് ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു വിശേഷണം കൊടുത്തിട്ടില്ല. ദൈവ കൃപ നിറഞ്ഞവനെന്ന് ഒരൊറ്റ വിശേഷണമേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് വിശുദ്ധ ബൊനവെഞ്ചർ ഒരു പടി കൂടെ കടന്നു പറയുകയാണ്. ഇങ്ങനെ പറയുകയാണ്, ദൈവത്തിന് വേണമെങ്കിൽ നമ്മൾ ഈ അധിവസിക്കുന്ന ഭൂമിയേക്കാൾ മനോഹരമായ ഒരു ഭൂമി സൃഷ്ടിക്കാം. നിങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ ഇത് ശ്രദ്ധിച്ച് കേൾക്കണമേ, വിശുദ്ധ ബൊനവെഞ്ചറുടെ വാക്കുകളാണിത്. വിശുദ്ധ ബൊനവെഞ്ചർ പറയുകയാണ്, ദൈവത്തിന് വേണമെങ്കിൽ നമ്മൾ അധിവസിക്കുന്ന ഈ ഭൂമിയേക്കാൾ കുറച്ചുകൂടെ മനോഹരമായ ഒരു ഭൂമി സൃഷ്ടിക്കാം. എന്നാൽ ദൈവം ഒരിക്കലും മറിയത്തിനേക്കാൾ ഉപരി കൃപ നിറഞ്ഞ ഒരു സൃഷ്ടിയെ സൃഷ്ടിക്കുകയില്ല എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൽ നമുക്ക് മനസ്സിലാക്കാം ത്രിത്വൈക ദൈവം മറിയത്തിന് കൊടുത്തിരിക്കുന്ന സ്ഥാനം എന്താണെന്ന്. എന്നാൽ നിർഭാഗ്യവശാൽ ഞാനും നിങ്ങളും പലപ്പോഴും സ്വർഗം മറിയത്തിന് കൊടുത്തിരിക്കുന്ന ഈ സ്ഥാനം മനസ്സിലാക്കുന്നില്ല. നമ്മൾ പലപ്പോഴും ആ മരിയ ഭക്തിയിൽ വളരെ നമ്മളൊരു മന്ദോഷണരാണ്, അല്ലെങ്കിൽ നമ്മൾ വേണ്ട രീതിയിൽ നമ്മൾ മറിയത്തെ ബഹുമാനിക്കുന്നില്ല, ഞാനും നിങ്ങളും. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ സ്വർഗം അതിയായി ആഗ്രഹിക്കുകയാണ് പരിശുദ്ധ അമ്മ കൂടുതലായി അറിയപ്പെടണമെന്നും അതിലൂടെ യേശുവും ദൈവരാജ്യവും ഒക്കെ കൂടുതലായി ജനങ്ങൾ അറിയണമെന്നൊന്നും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് തന്റെ യഥാർത്ഥ മരിയഭക്തിയിൽ ഇങ്ങനെ പറയുകയാണ്, യേശു എങ്ങനെയാണോ ഈ ഭൂമിയിലേക്ക് ആദ്യം വന്നത് അതുപോലെ തന്നെയായിരിക്കും എന്ന് വെച്ചാൽ, പരിശുദ്ധ അമ്മയുടെ പ്രവർത്തനത്തിലൂടെ അമ്മയുടെ മധ്യസ്ഥം തേടുന്ന മക്കളുടെ വലിയ പ്രവർത്തനത്തിലൂടെ യേശുവിൻ്റെ രണ്ടാം വരവും അത് ത്വരിതപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധ അമ്മ ഇന്ന് ലോകത്ത് കൂടുതലായി അറിയപ്പെടുന്നുണ്ടെങ്കിൽ, മരിയൻ അപ്പാരിഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, പലപ്പോഴും മറിയം സ്വർഗത്തിൻ്റെ പല വാണിങ്ങുകളും ലോകത്തിന് നൽകുന്നുണ്ട് എങ്കിൽ അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് പ്രിയമുള്ളവരെ? അതിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ യേശുവിൻ്റെ രണ്ടാം വരവിനായി ഒരുങ്ങണമെന്നാണ്. സമയം നമുക്കറിയില്ല, കാലം നമുക്കറിയില്ല, എങ്കിൽ പോലും ഇതൊക്കെ ചില അടയാളങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ ശത്രുത മാത്രമേ ദൈവം ബൈബിൾ മൊത്തം എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരൊറ്റ ശത്രുത മാത്രമേ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതായുള്ളൂ. അത് പിശാചും മറിയവും തമ്മിലുള്ള ശത്രുതയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് മറിയമുണ്ടാക്കിയ ശത്രുതയല്ല, അത് പിശാചുണ്ടാക്കിയ ശത്രുതയല്ല, മറിച്ചത് അത് ദൈവത്താൽ ഉണ്ടാക്കപ്പെട്ട ഒരു ശത്രുതയാണ്. ഉൽപ്പത്തി പുസ്തകം 3:15 കാണുന്നുണ്ട്, സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കുമെന്ന്. ചില വേർഷനുകളിൽ സ്ത്രീ
തല തകർക്കുമെന്ന് നമ്മൾ കാണുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ മകൻ യേശു തല തകർത്തപ്പോൾ പരിശുദ്ധ അമ്മ തല തകർത്തതിന് തുല്യമായി ചില ദൈവശാസ്ത്രജ്ഞന്മാര് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പരിശുദ്ധ അമ്മ കുരിശിൻ ചോട്ടിൽ നിന്നുകൊണ്ട് യേശു ശരീരത്തിൽ ഏറ്റെടുത്ത പീഡകളെല്ലാം മനസ്സിൽ ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെ സാത്താന്റെ തല, സാത്താന്റെ ആധിപത്യം അവർ തകർക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, ആ ശത്രുത, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കണ്ട ആ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട ആ ശത്രുത, പ്രിയമുള്ളവരെ, അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിക്കുന്നുണ്ട്, ഇല്ലേ? അവിടെ പറയാണ്, അത് സ്ത്രീയുടെ സന്തതികൾ അവശേഷിക്കുന്നവരോട് പോരാടുവാനായി സർപ്പം നിലയുറപ്പിച്ചു എന്ന്. ഉണ്ടോ? അപ്പോൾ എനിക്കും നിനക്കുമെതിരെ, എൻ്റെ കുടുംബത്തിനും നിന്റെ കുടുംബത്തിനുമെതിരെ, നമ്മുടെ സഭയ്ക്കെതിരെ ഇന്ന് ശക്തമായ പൈശാചിക ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, നമ്മൾ പരിശുദ്ധ അമ്മയുടെ സന്താനങ്ങളാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരൊക്കെ ആ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുവോ അവരെ സമൂലം നശിപ്പിക്കുവാനായി, അവരെ ഉന്മൂലനം ചെയ്യുവാനായി സാത്താൻ അവൻ്റെ നാവിൽ നിന്ന് വിഷം ഒഴുക്കിക്കൊണ്ടേയിരിക്കും. എന്നാൽ നമ്മൾ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. നമ്മൾ ഈ അമ്മയോട് ചേർന്ന് നിൽക്കുക, നമ്മൾ ജപമാലയോട് ചേർന്ന് നിൽക്കുക. നമ്മൾ പരിശുദ്ധ അമ്മയും ജപമാലയുമായി നമ്മൾ ദിവ്യ കാരുണ്യനാഥൻ്റെ പക്കലേക്ക് അണയുക. നമ്മളൊന്നും അസ്വസ്ഥരാകേണ്ട ആവശ്യമില്ല. ദിവ്യനാഥൻ നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണ്ടും പ്രിയമുള്ളവരെ, നമ്മൾ മറിയത്തിൻ്റെ ഒത്തിരി ഗുണങ്ങളുണ്ട്. മറിയത്തിൽ ഒത്തിരി ഗുണങ്ങളുണ്ടെങ്കിലും ലൂക്കാ സുവിശേഷത്തിൽ പ്രത്യേകമായി പറയുന്ന രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണാം. ഒന്ന്, ലൂക്ക 1:45. ലൂക്കാ സുവിശേഷം 1:45. അവിടെ എലിസബത്ത് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ഈ വചനം എലിസബത്ത് പറയുന്നത് മറിയം ഗർഭവതി ആയിരിക്കെ എലിസബത്തിനെ കാണാനായി പോവുകയാണ്. അപ്പോൾ എലിസബത്തിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എലിസബത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് എൻ്റെ കൊച്ചുമകളല്ല, മറിച്ച് എൻ്റെ കർത്താവിൻ്റെ അമ്മയാണ് എന്ന് എലിസബത്തിനുള്ളിലുള്ള പരിശുദ്ധാത്മാവ് അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ തെവുദേക്കൂസ്, ദൈവമാതാവ് എന്ന പ്രഖ്യാപനം ആദ്യമായി ബൈബിളിൽ ഉണ്ടാകുകയാണ്, സുവിശേഷത്തിൽ ഉണ്ടാകുകയാണ്. അത് പറയുന്നത് പുരോഹിതന്റെ ഭാര്യയായ എലിസബത്താണ്. അത് എലിസബത്തിന്റെ മാനുഷിക ബുദ്ധിയിൽ നിന്ന് വന്നൊരു വാക്കല്ല പ്രിയമുള്ളവരെ, മറിച്ച് മറിയത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം എലിസബത്തിലുള്ള പരിശുദ്ധാത്മ അഭിഷേകത്തെ കത്തി ജലിപ്പിച്ചു കഴിഞ്ഞപ്പോൾ, പൊടിതട്ടി ഉണർത്തിയപ്പോൾ അവളിൽ നിന്നൊരു പ്രവചനമാണ് പുറത്തു വന്നത്. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ഉണ്ടായി എന്ന്. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 39 തിരുവചനങ്ങൾ നമ്മൾ വളരെ വ്യക്തമായി പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിക്കുന്ന നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ എലിസബത്ത് അവിടെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി മറിയത്തിൻ്റെ ഒരു വലിയ ഗുണത്തെക്കുറിച്ച് പറയുകയാണ്. അത് 1:45. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കണ്ടോ? അപ്പോൾ മറിയത്തിൻ്റെ ഒരു വലിയ അല്ലെങ്കിൽ ഒരു ഗുണമായിട്ട് മറിയം ഭാഗ്യവതിയായി മാറുന്നതിൻ്റെ ഒരു വലിയ കാരണത്തെക്കുറിച്ച് എലിസബത്ത് ഇങ്ങനെയാണ് പറയുന്നത്: കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ മറിയം കണ്ണും പൂട്ടി വിശ്വസിച്ചു. അന്നത്തെ കാലത്തെ ഒരു യഹൂദ പെൺകുട്ടിക്ക് സങ്കല്പിക്കാൻ പോലും അല്ലെങ്കിൽ വളരെ വിദൂരതയിൽ പോലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ദൂതൻ വന്നു പറഞ്ഞത്. പക്ഷേ എങ്കിലും പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്ന ദൈവകൃപ ആ ദൂതൻ്റെ സ്വരം അത് ദൈവസ്വരമാണെന്ന് തിരിച്ചറിയുകയും അതിൻ്റെ പരിശുദ്ധി തിരിച്ചറിയുകയും അതിൻ്റെ പുറകിലുള്ള ദൈവീകത തിരിച്ചറിയുകയും അത് വിശ്വസിക്കാൻ തയ്യാറാകുകയും ചെയ്തു. അപ്പം അവിടെയാണ് മറിയത്തിൻ്റെ വലിയ ഭാഗ്യം ഒളിഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും, പ്രത്യേകിച്ച് നമ്മുടെ ആത്മീയ ജീവിതം, പ്രിയമുള്ളവരെ, വിശ്വാസ ജീവിതം, കൗദാശിക ജീവിതം, സഭാത്മക ജീവിതം, നമ്മുടെ കുടുംബ ജീവിതം, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന, എനിക്ക്
നിങ്ങൾക്കും അറിയാം, വലിയ തകർച്ചയിലൂടെയും പ്രശ്നങ്ങളിലൂടെയും ഒക്കെ കടന്നു പോവുകയാണ്, ആടി ഉലയുകയാണ്. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അത് പലപ്പോഴും എനിക്കും നിങ്ങൾക്കും വിശ്വസിക്കാൻ പ്രയാസമുണ്ടാകുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ഈ കർത്താവ് പറഞ്ഞ അവിശ്വസനീയമായ കാര്യങ്ങൾ വിശ്വസിച്ച പരിശുദ്ധ അമ്മയുടെ സഹായം തേടേണ്ടത്. നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ പരിശുദ്ധ അമ്മയ്ക്ക് നന്നായിട്ടറിയാം. നമ്മുടെ ദുർബലത, നമ്മുടെ അല്പവിശ്വാസം, നമ്മുടെ ചാഞ്ചാട്ടം, നമ്മുടെ ചഞ്ചല മനസ്കത, ഇതൊക്കെ നമ്മളെക്കാൾ കൂടുതലായി പരിശുദ്ധ അമ്മയ്ക്ക് അറിയാം പ്രിയമുള്ളവരെ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതം അപ്രകാരമുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഒട്ടും മടിക്കണ്ട. ഇപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തെ, നമ്മുടെ മക്കളുടെ ജീവിതത്തെ, നമ്മുടെ സഭയെ നമ്മൾ ആ അമ്മയോട് ചേർത്ത് വെക്കുക. അമ്മ നമ്മളെ സഹായിക്കും. പരിശുദ്ധ അമ്മ നമ്മളെ ഉറപ്പായിട്ട് സഹായിക്കും. ഇവിടെ പറഞ്ഞില്ലേ, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ടോ, അത് നമ്മുടെ മാനവരക്ഷയുടെ വലിയ അടിസ്ഥാന കാരണമായി മാറിയത്. മറിയം വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ ഓർത്ത് നോക്കി, അല്ലേ? ത്രിത്വൈക ദൈവം ഒരു വിഷമസന്ധിയിലാകുമോ? ഹല്ലേലൂയ. അവിടെ പ്രയാസകരമായ കാര്യം ആ ഒരു കൗമാരക്കാരി പെൺകുട്ടി, ആ പരിശുദ്ധ അമ്മ അവിടെ അത് വിശ്വസിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ ചില ദൈവം പറഞ്ഞ കാര്യങ്ങൾ പ്രയാസകരമായ കാര്യങ്ങളാണോ? ചില കാര്യങ്ങൾ അനുസരിക്കാൻ, ചില വിശ്വാസത്തിൻ്റെ മേഖലകളിലൂടെയൊക്കെ നമുക്ക് ഉറച്ചു നിൽക്കാൻ പ്രയാസമുണ്ടോ? ഭയപ്പെടേണ്ട. ആകുലതയുണ്ടോ? ഉത്കണ്ഠയുണ്ടോ? ചാഞ്ചാട്ടമുണ്ടോ? നമ്മൾ അസ്വസ്ഥരാകേണ്ട ആവശ്യമില്ല. പരിശുദ്ധ അമ്മയോട് നമുക്ക് ചേർന്ന് നിൽക്കാൻ പ്രിയമുള്ളവരെ. അമ്മ നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. ഇവിടെ അടുത്ത മറ്റൊരു ഗുണമായി കാണുന്നത് ലൂക്കാസ് സുവിശേഷം 1:47. ലൂക്കാസ് സുവിശേഷം 1:47. അവിടെ പരിശുദ്ധമ്മയുടെ ഒരു പ്രത്യേക സ്വഭാവ ഗുണം അവിടെ നമ്മളെ കാണിക്കുകയാണ്. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, അത് പരിശുദ്ധമ്മയുടെ സ്തോത്രഗീതത്തിൻ്റെ ഒരു ഭാഗമാണത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ സ്തോത്രഗീതം നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് പ്രിയമുള്ളവരെ. കാരണം വെച്ചാൽ സ്തോത്രഗീതം അത് പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയാണത്, പരിശുദ്ധാത്മാവ് നിറഞ്ഞുള്ള പ്രാർത്ഥനയാണത്. ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ മധ്യസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് അനവധിയായ അനുഗ്രഹങ്ങളും കൃപകളും കടന്നു വരിക തന്നെ ചെയ്യും പ്രിയമുള്ളവരെ. അപ്പം ഒരിക്കലും അസ്വസ്ഥപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ ഇവിടെ പറയുകയാണ്, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എവിടെയാണ് പ്രിയമുള്ളവരെ പരിശുദ്ധമ്മയുടെ ആനന്ദം? എവിടെയാണ്? യഹൂദരുടെ രാജാവിൻ്റെ അമ്മ എന്ന രീതിയിൽ രാജ്ഞിയാണ് ഞാൻ, ആ ഒരു സ്ഥാനമാനത്തിലാണോ? അല്ലെങ്കിൽ ലഭിക്കാൻ പോകുന്ന ആ ഒരു വലിയ ബഹുമതിയിലാണോ? വലിയ സമ്പത്തിലാണോ? വലിയ ആർഭാടത്തിലാണോ? വലിയ ദൂർത്തിലാണോ? വലിയ കുലമഹിമയിലാണോ? ഒന്നുമല്ല. പരിശുദ്ധ അമ്മയുടെ മനസ്സ്, ചിത്തം, ഉള്ളം, ആ അമ്മയുടെ മനസ്സ് ദൈവത്തിൽ മാത്രമായിരുന്നു ആനന്ദം. ഹല്ലേലൂയ. വിശുദ്ധ തോമസ് അക്വീനാസിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്, ദൈവമേ എൻ്റെ ആനന്ദങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ എന്ന്. എവിടെയാ പ്രിയമുള്ളവരെ എൻ്റെയും നിങ്ങളുടെയും ആനന്ദം? നമ്മൾ ഈ രാത്രിയിൽ ഒന്ന് പരിശോധിക്കണമേ, നമ്മുടെ ഹൃദയത്തെ ഒന്ന് പരിശോധിക്കണമേ. എവിടെയാണ് നമ്മുടെ ആനന്ദം? ലോകത്തിൻ്റെ വെറിക്കൂത്തുകളിലാണോ? പ്രവൃത്തികളിലാണോ? സ്വർഗം ഉച്ഛിഷ്ടം പോലെ കരുതുന്ന ചില കാര്യങ്ങളിലാണോ? നമ്മുടെ സമ്പത്തിലാണോ? നമ്മുടെ ഉദ്യോഗത്തിലാണോ? നമ്മുടെ സ്വത്തിലാണോ? നമ്മുടെ പ്രൗഢിയിലാണോ? നമ്മൾ ചിന്തിക്കണം പ്രിയമുള്ളവരെ. ഇതാണ് പരിശുദ്ധമ്മയുടെ ആനന്ദം. ഇത്ര വലിയ ഒരു യഹൂദ കന്യകയ്ക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനം ലഭിച്ചിട്ടും ലൂക്കാസ് സുവിശേഷം 1:47 വളരെ വ്യക്തമായി ഇങ്ങനെ രേഖപ്പെടുത്തുകയാണ്, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നുവെന്ന്. ഹല്ലേലൂയ. ഉണ്ടോ? എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നുവെന്ന്. മറ്റെവിടെയുമല്ല. എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. നമ്മുടെ ആനന്ദം, നമ്മുടെ ആശ്രയം, നമ്മുടെ എല്ലാം
നമ്മുടെ ഹൃദയം, നമ്മുടെ നിക്ഷേപം എല്ലാം നമ്മൾ കർത്താവിൽ മാത്രമാക്കി മാറ്റുക. ഈ കാലഘട്ടം നമ്മളിൽ നിന്ന് അത് ആവശ്യപ്പെടുന്നുണ്ട് പ്രിയമുള്ളവരെ. അതിൽ വരുന്ന കുറവുകളാണ് പലപ്പോഴും എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളിലേക്കെല്ലാം നമ്മൾ പലപ്പോഴും കടന്നു പോകാൻ കാരണം. നമ്മുടെ ഹൃദയത്തെ നമുക്ക് പരിശുദ്ധയുടെ സഹായത്താൽ നമുക്ക് ഈശോയിൽ മാത്രം നമുക്കിപ്പോൾ ഉറപ്പിക്കാം. കർത്താവ് തരുന്ന ആനന്ദം മാത്രം മതി നമുക്ക്. അല്ലെങ്കിൽ നമ്മുടെ ആനന്ദം കർത്താവായി മാറണം. ഓരോ വിശ്വാസിയുടെയും ആനന്ദം അത് കർത്താവായി മാറണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് കൂട്ടൊരു കാലഘട്ടത്തിലൂടെയാണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. നമ്മൾ ഈ കാലഘട്ടത്തെ നമ്മൾ വിവേചിക്കണം. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം, അവിടെ 5-ാമത്തെ തിരുവചനം, അവിടെ പരിശുദ്ധ അമ്മ നമ്മളോട് ഒരു കാര്യം പ്രത്യേകമായി ഈ കാലഘട്ടത്തിൽ നമ്മളോട് ഒരേ ഒരു കാര്യം ആവശ്യപ്പെടുക. അവിടെ എന്താ പറയുന്നത്? അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണ്ടോ? ആ പരിചാരകര് അത് അവരോട് മാത്രമല്ല, അത് ലോകത്തോട് മുഴുവനും എക്കാലവും പരിശുദ്ധമ്മ വിളിച്ചു പറഞ്ഞൊരു കാര്യമാണത്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം തിരുവചനം, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. നമ്മൾ വെറുതെ വചനം കേട്ടിട്ട് പോയാൽ മാത്രം പോരാ. കഴിഞ്ഞ നാളുകളിൽ ഒരുപാട് വചന പ്രഘോഷങ്ങളുണ്ടായി പ്രിയമുള്ളവരെ. ഈ കാലഘട്ടങ്ങളിലെല്ലാം ഉണ്ടാകുന്നുണ്ട്, ഇപ്പോൾ ഒരു അല്പം കുറവാണ്. എന്നാൽ ഈ യേശു ഇതിലൂടെയൊക്കെ സംസാരിച്ചത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമുക്കത് പൂർണ്ണമായിട്ടും വിശ്വസിച്ച് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം പ്രിയമുള്ളവരെ. പരിശുദ്ധ അമ്മ എല്ലാ കാലത്തും ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങൾ യേശു പറയുന്നത് ചെയ്യുവിൻ. നിങ്ങൾ യേശു പറയുന്നത് ശ്രദ്ധിക്ക്. നിങ്ങൾ യേശു പറയുന്നത് നിങ്ങൾ കേൾക്ക്, നിങ്ങൾ മനസ്സിലാക്ക്, നിങ്ങളത് അനുവർത്തിക്ക്, അത് ചെയ്യുവിനെന്ന്. ഇന്നും ഈ സുവിശേഷ പ്രഘോഷം കേൾക്കുമ്പോൾ കർത്താവ് നമ്മളോട് പറയുന്ന മറ്റൊന്നുമല്ല പ്രിയമുള്ളവരെ, ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയാൽ പറയുകയാണ്, ഈശോ പറയുന്നത് നമ്മൾ കേൾക്കണം. നമ്മൾ അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലൂടെ അല്ലേ നമ്മൾ കടന്നു പോകുന്നത്? അതെ, കർത്താവിനെ മാത്രം നോക്കി കർത്താവിൻ്റെ വചനങ്ങളിൽ സസൂക്ഷ്മം ശ്രദ്ധിച്ച് നമ്മൾ മുൻപോട്ട് പോകേണ്ട ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകും. നമ്മൾ ഈ കാലഘട്ടത്തിൻ്റെ അടയാളങ്ങൾ നമ്മൾ തിരിച്ചറിയണം. നമ്മൾ അവിടെയും ഇവിടെയും നമ്മൾ നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതം കൈവിട്ടു പോകും പ്രിയമുള്ളവരെ. കർത്താവിൻ്റെ വചനത്തെ നമുക്ക് പ്രത്യേകമായി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാലഘട്ടത്തിലൂടെ കർത്താവ് നമ്മളെ കടത്തിക്കൊണ്ട് പോകുകയാണ്. നമുക്ക് പരിശുദ്ധമ്മയുടെ സഹായത്താൽ കർത്താവ് പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാനും അത് അനുസരിക്കുവാനായി നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം പ്രിയമുള്ളവരെ. വീണ്ടും വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് തൻ്റെ യഥാർത്ഥ മരിയഭക്തി എന്ന പുസ്തകത്തിൽ യഥാർത്ഥ മരിയഭക്തിയുടെ 5 ഗുണങ്ങൾ പറയുന്നുണ്ട്. ഒത്തിരി ഗുണങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ട് നമുക്കൊരു 5 ഗുണങ്ങൾ പഠിക്കാം. അവിടെ ആദ്യത്തെ ഗുണം ഇതാണ്, യഥാർത്ഥ മരിയഭക്തി. ഇവിടെ ശ്രദ്ധിക്കാം, യഥാർത്ഥ മരിയഭക്തി ഉള്ളിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണമേ, യഥാർത്ഥ മരിയഭക്തി, നമ്മൾ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയെക്കുറിച്ച് നമ്മൾ ആഴപ്പെടുമ്പോൾ, നമ്മൾ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ അതിൽ പരമപ്രധാനമായ ഒരു കാര്യം ഇതാണ്, അത് ആന്തരികമാണത്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് പരിശുദ്ധമ്മയോട് വലിയ സ്നേഹം, ഈശോയോട് വലിയ സ്നേഹം, വലിയ ആദരവ്, വലിയ കടപ്പാട്, അങ്ങനെ ഒരു വലിയൊരു ആന്തരിക ബന്ധം. ഇതൊരു ആന്തരികമാണ് പ്രിയമുള്ളവരെ. അത് നമ്മളൊരു പക്ഷേ ഞാനും നിങ്ങളും ഒത്തിരി ജപമാല എഴുതുന്നുണ്ടാകാം, നമ്മൾ പരിശുദ്ധമ്മയുടെ പേരിലുള്ള പള്ളികളിൽ പോകുന്നുണ്ടാകാം, നമ്മൾ നൊവേന ചെല്ലുന്നുണ്ടാകാം, നമ്മൾ പരിശുദ്ധമ്മയോട് ഒരുപക്ഷെ രൂപങ്ങളും ഫോട്ടോകളും ഒക്കെ സൂക്ഷിക്കുന്നുണ്ടാകാം. പക്ഷേ നമ്മുടെ മരിയഭക്തി ആന്തരികമാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ എത്രമാത്രം പരിശുദ്ധ അമ്മ ഉണ്ട്, പരിശുദ്ധമ്മയുടെ സാന്നിധ്യം ഉണ്ട് എന്ന് ഞാനും നിങ്ങളും പരിശോധിക്കേണ്ട ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അടുത്ത 2-ാമത്തെ പോയിന്റായിട്ട് പറയുന്നത്, ഈ ഭക്താഭ്യാസം, അതായത് യഥാർത്ഥ മരിയഭക്തി ആശ്രയം ജനിപ്പിക്കുന്നതാണ്. വിശുദ്ധം പറയുക പ്രിയമുള്ളവരെ, ഒരു കൊച്ചു കുഞ്ഞിന് അമ്മയോടെന്ന പോലെ യഥാർത്ഥ മരിയഭക്തിയുള്ള ആ വ്യക്തികൾ അവർ പരിശുദ്ധ അമ്മയിൽ ആശ്രയിക്കുമെന്ന്. എന്താ അതിൻ്റെ പ്രത്യേകത? ഒരു കൊച്ചു കുഞ്ഞിനെ അറിയാം അതിന് യാതൊരു കഴിവുമില്ലെന്ന്.
അപ്പോൾ അത് ഏത് ആവശ്യങ്ങൾക്ക് എന്ത് ചെയ്യും? അമ്മയെ വട്ടം പിടിക്കും. ഞാൻ ഈ രാത്രിയിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ പരിശുദ്ധ അമ്മയെ വട്ടം പിടിക്കേണ്ട ഒരു സമയമാണിത്. നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, ജനതകൾക്ക് വേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു കൊച്ചു കുഞ്ഞിന്റെ ആശ്രയത്തോടെ നമ്മൾ പരിശുദ്ധ അമ്മയെ വട്ടം പിടിക്കണം പ്രിയമുള്ളവരെ. നമുക്ക് ഇന്ന് രാത്രി നമുക്ക് ഒരു തീരുമാനമെടുക്കാം. നമുക്ക് പരിശുദ്ധ അമ്മയിൽ ആശ്രയിക്കാം. വിശുദ്ധ ബോനവെഞ്ചർ, വിശുദ്ധ ബെർണാഡ്, വിശുദ്ധ ബെനഡിക്റ്റ്, വിശുദ്ധ പാദ്രോപ്പിയോ, ഇവരൊക്കെ പ്രിയമുള്ളവരെ ഇങ്ങനെ പരിശുദ്ധ അമ്മയിലെ ശിശു സഹജമായ രീതിയിൽ ആശ്രയിച്ചവരാ പ്രിയമുള്ളവരെ. അവർക്കൊക്കെ ആകെ നമുക്ക് എന്തുകൊണ്ട് ആയിക്കൂടെ പ്രിയമുള്ളവരെ? വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട്, വിശുദ്ധ ഡൊമിനിക്, വാഴ്ത്തപ്പെട്ട അലൻ, മാക്സിമിലിയൻ കോൾബെ, വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ, ഇവരൊക്കെ പരിശുദ്ധ അമ്മയെ ശിശു സഹജമായ ആശ്രയത്തോടെ വട്ടം പിടിച്ചവരാണ്. അങ്ങനെ ആശ്രയിച്ചവരാണ്. ആ ജ്ഞാനികൾക്ക്, ആ ബഹുപ്രതിഭകൾക്കൊക്കെ അങ്ങനെ ആകാമെങ്കിൽ എനിക്കും നിങ്ങൾക്കും എന്തുകൊണ്ടായിക്കൂടാ? നമുക്കൊരു തീരുമാനമെടുക്കാം. നമുക്കും പരിശുദ്ധ അമ്മയിൽ ആശ്രയിക്കാം. എല്ലാ കാര്യത്തിലും അമ്മയിൽ അങ്ങ് ആശ്രയിക്കണം. അത് എന്തുമായിക്കൊള്ളട്ടെ. പ്രത്യേകമായി നമ്മുടെ ആത്മീയ വീഴ്ചയുടെ കാര്യത്തിൽ, നമ്മൾക്ക് ആത്മീയ തകർച്ച ഉണ്ടാകുമ്പോൾ, നമുക്ക് ആത്മീയ വരൾച്ച ഉണ്ടാകുമ്പോൾ, നമുക്ക് പാപപ്രലോഭനം ഉണ്ടാകുമ്പോൾ, നമുക്ക് ദുഷ്പ്രേരണ ഉണ്ടാകുമ്പോൾ, നമ്മുടെ കുടുംബത്തിൽ സാത്താന്റെ ആക്രമണം ഉണ്ടാകുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ ഈ പരിശുദ്ധ അമ്മയെ ഒന്ന് വട്ടം പിടിച്ചേ വലിയ മാറ്റം കാണാൻ സാധിക്കും. അടുത്ത ഒരു പ്രത്യേകത പറയുന്നതാണ് യഥാർത്ഥ മരിയഭക്തി. അത് പരിശുദ്ധമാണ്. ശ്രദ്ധിക്കണം ഈ പോയിന്റ് കണ്ടോ. യഥാർത്ഥ മരിയഭക്തി പരിശുദ്ധമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, പാപം ചെയ്തുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. ഇനി ഒരാൾ എത്ര മാരക പാപത്തിന് അടിമയായിരുന്നാലും യഥാർത്ഥമായി ആ വ്യക്തി പരിശുദ്ധ അമ്മയെ ആദരിക്കാനും വണങ്ങുവാനും സ്നേഹിക്കുവാനും ജപമാല ചൊല്ലുവാൻ തുടങ്ങിയാൽ പ്രിയമുള്ളവരെ, ആ പാപ സ്വഭാവം, ആ ഒരു തഴക്ക ദോഷം ആ വ്യക്തിയെ വിട്ടുപോകും. മെല്ലെ 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 പരിശുദ്ധ അമ്മയുടെ സുഹൃതങ്ങൾ, ആഴമേറിയ എളിമ, വലിയ വിശ്വാസം, വലിയ പ്രത്യാശ, വലിയ സഹനശീലം, വലിയ സ്നേഹം, ഇതെല്ലാം മാലായിക്കെടുത്ത ആ ഒരു പരിശുദ്ധി, ഇതെല്ലാം മെല്ലെ മെല്ലെ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ യഥാർത്ഥ മരിയഭക്തി എന്താണത്? അത് പരിശുദ്ധമാണ്. ഈ ക്ലാസ് കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും എത്ര പ്രാർത്ഥിച്ചിട്ടും വിട്ടുപോകാത്ത പാപ സ്വഭാവം ഉണ്ടെങ്കിൽ ഈ സമയം പരിശുദ്ധമ്മയോട് ഒന്ന് ചേർന്ന് നിന്നോ. എനിക്ക് ഉറപ്പുണ്ട് അമ്മ നമ്മളെ യേശുവിൻ്റെ ശക്തിയാൽ വിടുവിക്കുക തന്നെ ചെയ്യും. അമ്മ നമ്മളെ ജപമാലയാൽ ചേർത്ത് ഈ ദിവികാരനാഥനോട് ചേർത്ത് ബന്ധിക്കും പ്രിയമുള്ളവരെ. കാരണം അമ്മ ത്രിത്വൈക ദൈവത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠ സൃഷ്ടിയാണ്. അമ്മയിലൂടെയാണ് കൃപാവരങ്ങൾ നൽകപ്പെടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ യഥാർത്ഥ മരിയഭക്തി എൻ്റെ പ്രിയമുള്ളവരെ, അത് പരിശുദ്ധമാണ്. അടുത്ത പോയിന്റ് ഇതാണ്. യഥാർത്ഥ മരിയഭക്തി അത് സ്ഥിരതയുള്ളതാണ്. ശ്രദ്ധിക്കണമേ, കണ്ടോ, അത് സ്ഥിരതയുള്ളതാണ്. ഇത് പറയുമ്പോൾ എനിക്കൊരു ചെറിയ അനുഭവം ഓർമ്മ വരും പ്രിയമുള്ളവരെ. ഒരിക്കലും ഒരാൾ വന്ന് പറഞ്ഞു, പ്രാർത്ഥനയിൽ എത്രയായിട്ട് അങ്ങോട്ടൊരു സ്ഥിരത ഉണ്ടാകുന്നില്ല, എപ്പോഴും ഒരു തളർച്ച, ക്ഷീണം, പ്രാർത്ഥന അങ്ങോട്ട് ബ്രേക്കായി പോകുന്നു, ഉറക്കം വരുന്നു, മടി, അലസത, പല പല പ്രശ്നങ്ങളെന്ന് പറഞ്ഞു. അപ്പോൾ മറ്റൊരു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി അയാളോട് പറഞ്ഞു, നിങ്ങൾ സ്ഥിരമായി ജപമാലയെല്ലാം പറഞ്ഞു, സ്ഥിരമായി നിങ്ങൾ ഒരു 53 ജപങ്ങൾ സ്ഥിരമായി ചെല്ലണം. അത് നിങ്ങളുടെ ഈ പ്രാർത്ഥനയിലുള്ള അസ്ഥിരതയെ നിങ്ങൾ എടുത്തു കളയുമെന്ന് പറഞ്ഞു. എൻ്റെ പ്രിയമുള്ളവരെ, 2 മാസം ആ വ്യക്തി പരിശോധിച്ചിട്ട് പറഞ്ഞു, അത് വളരെ ശരിയാണെന്ന് പറഞ്ഞു. കണ്ടോ, പരിശുദ്ധ അമ്മയോട് നമ്മൾ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മൾ അത്ര പെട്ടെന്നൊന്നും അങ്ങനെ വീണു പോകില്ല പ്രിയമുള്ളവരെ. നമ്മുടെ മാതാപിതാക്കളെ ഒന്ന് എടുത്തു നോക്കിക്കേ. അവരെങ്ങനെയാണ് നമുക്ക് വിശ്വാസത്തിൽ ഇത്രമാത്രം ഉറപ്പും സ്ഥൈര്യവും ദൃഢതയും ഒക്കെ നൽകിയത്? എങ്ങനെയാണ് കേരളത്തിൽ നിന്ന് ഇത്രമാത്രം ദൈവവിളികൾ ഉണ്ടായത്? എൻ്റെ പ്രിയമുള്ളവരെ, അതിൻ്റെയൊക്കെ പുറകിൽ ഈ പരിശുദ്ധ അമ്മയോടുള്ള ജപമാല പ്രാർത്ഥനയുണ്ട്. കണ്ടോ, അപ്പം യഥാർത്ഥ മരിയഭക്തി അത് നമുക്ക് സ്ഥിരത നൽകും. അത് സ്ഥൈര്യമുള്ളതാണ്. പ്രത്യേകമായിട്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ. എൻ്റെ പ്രിയമുള്ളവരെ, അടുത്ത പോയിന്റായിട്ട് പറയുകയാണ്, യഥാർത്ഥ മരിയഭക്തി അത് 5ാമത്തെ പോയിന്റാണ്, അത് നിസ്വാർത്ഥമാണ്. കണ്ടോ, എന്താ ഇതിൻ്റെ അർത്ഥം? ഇതിൻ്റെ അർത്ഥം ഇതാണ്, ശരിക്കും മരിയഭക്തനായ ഒരു വ്യക്തി മറ്റൊന്നും തേടുകയില്ല,
മറിച്ച് യേശുവിനെയും പരിശുദ്ധ അമ്മയും മാത്രമായിരിക്കും ആ വ്യക്തിയുടെ ആത്യന്തികമായ ലക്ഷ്യം. ഭൗതിക മേഖല എല്ലാം ഉണ്ടാകും, പക്ഷേ അതൊന്നും യേശുവിനോടും പരിശുദ്ധ അമ്മയോടും ആയിട്ടുള്ള ആ ഒരു അടുക്കൽ നിന്ന് ആ വ്യക്തിയെ അകറ്റുകയില്ല. ശരിക്ക് ആത്മീയ ഉന്നതിക്ക് വേണ്ടി ആ വ്യക്തി പരിശ്രമിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് വിശുദ്ധനോടൊപ്പം ചേർന്ന് നമുക്ക് യഥാർത്ഥ മരിയഭക്തിയുടെ വലിയ കൃപകൾ നമ്മുടെ ജീവിതത്തിലെല്ലാം കടന്നു വരാൻ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് നമുക്ക് ചേർന്ന് നിൽക്കാം. നമുക്ക് പ്രത്യേകമായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. വിശുദ്ധ ഡോമിനിക്ക് തൻ്റെ ജപമാലയുടെ ലഭിച്ച ആ ഒരു സംഭവത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. ആൽബിജൻസിയൻ പാഷണത യൂറോപ്പിനെ കാർന്ന് തിന്നപ്പോൾ ഫ്രാൻസിൽ ടൊളൂസ് എന്ന സ്ഥലത്ത് ഈ ഒരു പാഷണത പടർന്നു പിടിച്ചപ്പോൾ വിശുദ്ധന് അതിൽ അസ്വസ്ഥനായി 3 ദിവസം ഒരു ഗുഹയിലേക്ക് പിൻവാങ്ങി വിശുദ്ധൻ അവിടെ കഠിനമായ പ്രായശ്ചിത്തം അനുഭവിച്ച് എടുത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട് വിശുദ്ധോട് ചോദിച്ചു, മകനെ, ഈ മനുഷ്യരെ കർത്താവിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടി സ്വർഗം നൽകുന്ന ആയുധം എന്താണെന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചു. ഉടനെ വിശുദ്ധൻ പറഞ്ഞു, അത് എന്നേക്കാൾ കൂടുതലായി ത്രിത്വത്തോട് ചേർന്ന് നിൽക്കുന്ന അമ്മയ്ക്കല്ലേ അറിയാവുന്നതെന്ന് ചോദിച്ചു. ഉടനെ പരിശുദ്ധൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ നീ അത് അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് മറ്റൊന്നുമല്ല, അത് മാലാഖയുടെ സ്തുതി വാചകമാണ് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് എന്താണത്? അത് ജപമാല പ്രാർത്ഥന. പ്രിയമുള്ളവരെ, അങ്ങനെ വിശുദ്ധൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു, ജപമാലയെക്കുറിച്ച് പ്രസംഗിച്ചു. ആൽബിജൻസിയൻ പാഷണ്ഡതയെ ആ വിശുദ്ധൻ അവിടെ അടക്കാൻ സാധിച്ചു. ഫ്രാൻസിൽ തന്നെ വലിയ കർത്താവിൻ്റെ പ്രവർത്തനം അവിടെ ഉണ്ടായി. ഈ കാലഘട്ടത്തിലും എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും നമുക്ക് പ്രാർത്ഥിക്കാം, ജപമാലയിൽ പ്രാർത്ഥിക്കാം. നമുക്ക് ഈ മാസം പ്രത്യേകമായി ദൈവകൃപ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ചൊരിയപ്പെടുന്ന മാസമാണ്. പ്രിയമുള്ളവരെ, പ്രത്യേകമായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ നമ്മുടെ മധ്യസ്ഥയാൽ ഈശോ നമ്മുടെ ജീവിതത്തിൽ വലിയ കൃപകൾ ചൊരിയും. നമുക്ക് ഈ സമയങ്ങളിൽ നമുക്ക് ദിവികാരനാഥനോടൊപ്പം ചേർന്ന് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായി വിട്ടുകൊടുത്ത് അമ്മയുടെ മധ്യസ്ഥയാൽ പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു നിമിഷം നമ്മളെ തന്നെ ദിവികാരന ആരാധനയ്ക്കായി ഒരുക്കാം. പ്രിയമുള്ളവരെ, എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ, യേശുവേ, ആരാധന, യേശുവേ, ആരാധന, പാടി പ്രാർത്ഥിക്കാം. വലിയ വിഷയം വ്യാപരിക്കട്ടെ, വലിയ വിഷയം നേരിടട്ടെ. ഇപ്പോൾ യേശുവേ, യേശുവേ, എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ചേർന്ന് പാടി. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ദാനിയേൽ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോൾ, ജയിലുകളിൽ ആരാധിച്ചപ്പോൾ, ദാനിയേൽ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോൾ, അപ്പസ്തോലർ ജയിലുകളിൽ ആരാധിച്ചപ്പോൾ, ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോൾ, ഇളങ്ങി ആരാധിക്കുന്നു. ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോൾ, ഇളങ്ങി ആരാധിക്കുന്നു. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. നമുക്ക് കരങ്ങൾ അടിച്ചുകൊണ്ട് വലിയ അഭിഷേകം ഏറ്റെടുത്ത് കുടുംബം ഒന്നായി ചേർന്ന് ആരാധിക്കട്ടെ. എല്ലാ തകർച്ചകളിലും കർത്താവ് നമ്മുടെ രക്ഷകനാണ്, നമ്മളെ വിടിവിക്കും. അവിടുന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഈശോ, ഈശോ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, 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 വിളിച്ചെല്ലാവരും പാടി പ്രാർത്ഥിക്കട്ടെ. മുൻപിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചപ്പോൾ, ആദ്യ സഭവാളിൻ മുൻപിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചപ്പോൾ, യേശുവിനായി ലോകത്തിൽ മരണം വന്നാലും കർത്താവിന്റെ വലിയ ശക്തി വ്യാപരിക്കട്ടെ. പാടി ആരാധിക്കുമേ, യേശുവിനായി ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കുമേ. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ഈ രാത്രിയിൽ നമുക്ക് തിരിച്ചറിയാം. ആരാധിക്കാം.
ഈശോ, ഈശോ. ആരാധന, ഈശോ, ഈശോയെ. ആരാധന, ആരാധന, ഈശോയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ. ആരാധിക്കുന്ന കർത്താവേ, ഒന്ന് ചേർന്ന് ആരാധിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൽ കഷ്ടനഷ്ട പീഡകളേറിയിടുമ്പോ, ജീവിതത്തിൽ വേദനകളേറിയിടുമ്പോ, കഷ്ടനഷ്ട പീഡകളേറിയിടുമ്പോ, സ്വർഗദാതനെ ചൊല്ലി ആരാധിച്ചിടാം. പീഡിതർക്കായി രാജ്യം നൽകും സ്വർഗദാതനെ നന്ദി ചൊല്ലി ആരാധിച്ചിടാം. നമുക്കിവിടെ കരങ്ങളെ കുമ്പിടിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. നമുക്ക് ദീപികാനാഥനോട് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ ഉള്ളുകൾ അവന്റെ മുമ്പിൽ തുറക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് പൂർണ്ണമായി വിട്ടുകൊടുക്കാം. കൃത്യമായിട്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെ ഇപ്പോൾ നമുക്ക് സമർപ്പിക്കാം. നമ്മൾ കടന്നു പോകുന്ന എല്ലാ ആന്തരിക സംഘർഷങ്ങളും സമർപ്പിക്കാം. നമ്മുടെ കുടുംബ തകർച്ചകൾ സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ സമൂഹത്തിലുള്ള വിശ്വാസരാഹിത്യം, ഇതെല്ലാം പ്രത്യേകമായി നമുക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ വലിയ കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് നമ്മൾ മധ്യസ്ഥം തേടി ഈശോയുടെ സന്നിധിയിൽ അണയുമ്പോൾ, നമ്മൾ പരിശുദ്ധ അമ്മയുടെ സ്കൂളിൽ ആയിരുന്നു കൊണ്ട് നമ്മൾ ഈശോയെക്കുറിച്ച് കൂടുതൽ നമ്മൾ അറിയാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ, കർത്താവിൻ്റെ കൃപ നമ്മുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ വലയം ചെയ്യും. നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ പൈശാചിക ബന്ധനങ്ങളും അമ്മയുടെ മധ്യസ്ഥതയാൽ ഈശോ എടുത്തു മാറ്റുക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതങ്ങളുടെ എല്ലാ അവസ്ഥകളും വിട്ടുകൊടുക്കാം. ഒരു പക്ഷേ നമ്മുടെ കുടുംബം വിശ്വാസ മേഖലയിൽ ഒരു വലിയ തകർച്ചയിലൂടെ ആകാം കടന്നു പോകുന്നത്. നമ്മുടെ വ്യക്തിപരമായ ആത്മീയ ജീവിതം അവിടെ വലിയൊരു ചുതി സംഭവിച്ചിട്ടുണ്ടാകാം, തകർച്ചയുണ്ടാകാം. ഈ ഒരു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കൂദാശ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി അകന്നു പോയിട്ടുണ്ടാകാം. നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല, നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ മാസം സഭയിൽ നമുക്ക് പ്രത്യേകമായി പരിശുദ്ധമ്മയുടെ മധ്യസ്ഥ ലഭിക്കുന്ന സ്വർഗത്തിലെ കൃപാവരങ്ങൾക്കായി ഈ രാത്രിയിൽ കുടുംബമായി നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. നമ്മുടെ ഇരു കരങ്ങൾ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഇപ്പോൾ എല്ലാവരും ഉയർത്തിപ്പിടിക്കട്ടെ. വലിയ ആത്മീയ കൃപകൾക്കായി, സ്ഥൈര്യത്തിനായി, ആഴമേറിയ വിശ്വാസത്തിനായി, വലിയ ദൈവസ്നേഹ അനുഭവത്തിനായി, പരിശുദ്ധാത്മ അഭിഷേകത്തിനായി, ഹൃദയ ഉറപ്പിനായി, സഭാസ്നേഹത്തിനായി, പ്രേക്ഷിത കൃപയ്ക്കായി ഒക്കെ പ്രാർത്ഥിക്കാം. ഉയർത്തിപ്പിടിച്ച കരങ്ങളിലേക്ക് കർത്താവിന്റെ വലിയ സാന്നിധ്യം ഇപ്പോൾ കടന്നു വരട്ടെ. എല്ലാവരും ചേർന്ന് ഒരുമിച്ച് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, കൃപ വർഷിക്കണമേ, കൃപ വർഷിക്കണമേ. എല്ലാവരും ചേർന്ന് കുടുംബമായി ചേർന്ന് മാതാപിതാക്കൾ, മക്കൾ എല്ലാവരും ചേർന്ന്
ശക്തി പുറപ്പെടട്ടെ. എല്ലാവരും ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. വലിയ കൃപ വ്യാപരിക്കട്ടെ ഈ സമയങ്ങളിൽ. ഈശോ, ഈശോ. ആയിരുന്നോരും ആമേൻ, ആമേൻ. ചേർന്ന് ആയിരിക്കുന്നോരും കർത്താവിൽ നിന്ന് വലിയ കൃപ പുറപ്പെടട്ടെ. സർവശക്തനും ഹല്ലേലൂയ. ആയിരുന്നോരും ആമേൻ. ആയിരിക്കുന്നോരും ചേർന്ന് പാടിക്കേ, ചേർന്ന് പാടിക്കേ. വരുവാനിരിപ്പോനും സർവശക്തനും ഈശോ. ആയിരുന്നോരും ആയിരിക്കുന്നോരും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ ഈശോയേ. പരിശുദ്ധൻ ഈശോ, ഈശോ. ചേർന്ന് നിത്യനുമായ ഈശോയേ. ദിവ്യകുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധനായവൻ, പരിശുദ്ധൻ ലോകത്തിന്റെ പാപങ്ങൾ നീക്ക് ദൈവ കുഞ്ഞാണ്. നിത്യനുമായ ഏറ്റെടുത്ത് ഈ അഭിഷേകം നീ ഏറ്റെടുക്കാം. നമുക്ക് മാത്രം പരിശുദ്ധൻ അവനിൽ പരിശുദ്ധൻ ലഭിക്കുന്ന പാപപൂർത്തി നമുക്ക് ഏറ്റെടുക്കാം. അവന്റെ രക്തത്താൽ നമ്മുടെ കുടുംബങ്ങള്, നമ്മുടെ ജീവിതങ്ങള്, നമ്മുടെ സമൂഹം, നമ്മുടെ കുഞ്ഞുമക്കള് കഴുകപ്പെടാനായി പ്രാർത്ഥിക്കാം. നമ്മുടെ പാവമംഗലമായ ജീവിതത്തെ നമുക്ക് അവനോട് ചേർത്ത് വെക്കാൻ ഈ സമയങ്ങളില് യേശുവേ, യേശുവേ, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണിതാ ഇവിടെ. ഈശോ, ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. സിംഹക്കുഴിയിൽ വായുവേഗത്തിൽ ഈശോ, ഈശോയെ. ചേർന്ന് പാടിക്കേ. വലിയ കൃപ വ്യാപരിക്കട്ടെ. വലിയ വിടുതൽ വ്യാപരിക്കട്ടെ. എന്റെ കർത്താവേ, ആരാധിക്കുന്നു, നിന്നെ ആരാധിക്കുന്നു. ഈശോയെ, ഈശോയെ. കുഴഞ്ഞ എന്റെ ജീവിതത്തിന്റെ ഈശോയെ, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ, ഏറ്റെടുക്കണമേ, ഏറ്റെടുക്കണമേ. എനിക്കാവുന്നില്ലല്ലോ. ആമേൻ, ആമേൻ. പൊട്ടിക്കാൻ നിന്റെ ശക്തി വേണം എനിക്ക്. നിന്റെ കൃപ വേണം എനിക്ക്. ഏറ്റു പറയാം നമുക്ക്. നമുക്ക് ഏറ്റു പറയാം. നിന്റെ കൃപ എനിക്ക് ആവശ്യമാണ്. സർവശക്തനും ചേർന്ന് വിളിക്കാം. നിത്യനുമായ യേശുവേ. ദിവ്യകുഞ്ഞാടേ, യേശുവേ. നീ മാത്രം പരിശുദ്ധൻ ആമേൻ, പരിശുദ്ധൻ ആമേൻ. നിത്യനുമായ ദിവ്യകുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ ഈശോ, ഈശോ. നിത്യനുമായ ദിവ്യകുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ Praise the Lord, praise the Lord. ആരാധന യേശുവേ, യേശുവേ. ആരാധന 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 യേശുവേ, യേശുവേ. ആരാധന ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഈശോയെ വരേണമേ, എന്നിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യം നൽകേണമേ. ജീസസ്, ജീസസ്. ഈശോയെ വരേണമേ, ഈശോയെ, ഈശോയെ. എന്നിൽ ആരാധന, സൗഖ്യം ആരാധന. നൽകേണമേ. ഈശോയെ വരേണമേ, ഈശോയെ. എന്നിൽ ശക്തിയായി നിറയേണമേ. ആമേൻ, ആമേൻ. എന്നിൽ ശക്തിയായി വലിയ ശക്തി നിറയേണമേ. വ്യാപരിക്കട്ടെ. വലിയ സാന്നിധ്യം വ്യാപരിക്കട്ടെ. വലിയ കൃപ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, ആരാധന, ആരാധന. Praise the Lord, praise the Lord. പ്രിയമുള്ളവരെ, നാളെ മറിയം അന്ത്യകാല പ്രവാചിക എന്ന ശുശ്രൂഷ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ മാസത്തിലെയും 13-ാം തീയതിയാണ് ആ ശുശ്രൂഷ ഉള്ളത്. പ്രിയമുള്ളവരെ, നാളെ എല്ലാവരും അതിൽ പ്രത്യേകമായി പങ്കെടുക്കുകയും വലിയ ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്യാനായി പ്രത്യേകമായിട്ട് പറയുകയാണ്. നിങ്ങൾ ഒന്ന് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ ഈ ഒരു കാലഘട്ടത്തിലെ പ്രത്യേകത, അമ്മയുടെ മധ്യശക്തിയുടെ ആ ഒരു വലിയ സാന്നിധ്യം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ആ ശുശ്രൂഷയിലേക്ക് കടന്നു വരണം. നാളെയാണത്. എല്ലാ മാസത്തിലെയും 13-ാം തീയതി മറിയം അന്ത്യകാല പ്രവാചിക. നിങ്ങളെല്ലാവരും കടന്നു വരികയും വലിയ കൃപകൾ നിങ്ങൾ പ്രത്യേകമായി പ്രാപിക്കുകയും ചെയ്യും. നമുക്കൊരു നിമിഷം പ്രത്യേകമായിട്ട് നമ്മുടെ ഈ ഒരു മാധ്യമ ശുശ്രൂഷയെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം, ഷെക്കൈനെ കൊടുക്കാം. പ്രിയമുള്ളവരെ, ഇതിൻ്റെ എല്ലാ ലീഡേഴ്സിനും കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അവരെടുക്കുന്ന ഭാരങ്ങളൊക്കെ പ്രത്യേകമായി സമർപ്പിക്കാം. ഇതിൻ്റെ എല്ലാ സെക്ഷനും സമർപ്പിക്കാം. നമുക്ക് ഇതിൽ ചെറുതും വലുതുമായ ശുശ്രൂഷിക്കുന്ന എല്ലാവരെയും നമുക്ക് പ്രത്യേകമായി സമർപ്പിക്കാം. കർത്താവിൻ്റെ വലിയ കൃപ എല്ലാവരുടെ മേലും വ്യാപരിക്കാനായി നമുക്കിപ്പോൾ ആഗ്രഹിക്കാം. പ്രിയമുള്ളവരെ, ഒരുപാട് ആവശ്യങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, അവിടെയെല്ലാം കർത്താവിൻ്റെ വലിയ കൃപ വ്യാപരിക്കണം. ഈ ഒരു മാധ്യമ ശുശ്രൂഷയ്ക്ക് കർത്താവിൻ്റെ വലിയ സംരക്ഷണം ആവശ്യമാണ്. നമുക്ക് ഒരു നിമിഷം ഈ ഒരു ശുശ്രൂഷയെ പൂർണ്ണമായിട്ടും കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ഇതാ ഒന്ന് ചേർന്ന് എല്ലാവരും ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ ഏറ്റെടുക്കണമേ, ഏറ്റെടുക്കണമേ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, കൃപ വർഷിക്കണമേ. ഒരു സാന്നിധ്യം പകരണമേ കർത്താവേ. ദൈവമേ, ഇതിന്റെ എല്ലാ മേഖലകളും ഏറ്റെടുക്കണമേ. എല്ലാ വ്യക്തികളെ വിശദീകരിക്കണമേ.
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. വലിയ അഭിഷേകം വ്യാപരിക്കട്ടെ. ഈശോയേ ഈശോയേ ആരാധന 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന 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 ആരാധന. ദൈവമേ അവിടുത്തെ സാന്നിധ്യം പകരണമേ, കൃപയെ ചൊരിയണമേ കർത്താവേ. ആരാധിക്കുന്ന ആരാധിക്കുന്ന ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് മുട്ടുമേലായിരുന്നു കൊണ്ട് നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മളെ തന്നെ ഒരുക്കാം. വലിയ ദൈവകൃപയ്ക്കായി നമുക്ക് ഈ സമയങ്ങളിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുധരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ ആരാധന. വലിയ കൃപകൾ വ്യാപരിക്കട്ടെ. ഈശോയേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 നീട്ടണമേ. യേശുവേ യേശുവേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ കർത്താവേ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ 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 ആരാധന ആരാധന ആരാധന. പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.